2019 കോവിഡ് മഹാമാരിക്കാലത്ത് ചിത്രകലാ അധ്യാപകനായ എം ദാമോദരൻ വരച്ച 3000-ലധികം ചിത്രങ്ങളുടെ പ്രദർശനം ഏപ്രിൽ 29 തിങ്കളാഴ്ച കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ദി കമ്മ്യൂൺ ആർട്ട് ഹബ് ഗാലറിയിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഏകദിന പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഗിന്നസ് ബുക്ക് ജേതാവ് സത്താർ ആദൂർ, ടാലന്റ് ഒഫീഷ്യൻസ് ആയ രക്ഷിത ജെയിൻ രാജസ്ഥാൻ, ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ നിരീക്ഷകരായി പങ്കെടുക്കും. 2019 കോവിഡ് സമയത്ത് ചിത്രകലാ അധ്യാപകനായ എം ദാമോദരൻ ആഗോളതലത്തിൽ കുട്ടികൾക്കായി ഓൺലൈനിൽ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പേസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയവയിൽ നിരവധി ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിനായി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബി എൻ ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ആ കോവിഡ് കാലത്തെ അനുഭവങ്ങളെല്ലാം പല നിരയിൽ ചിത്രങ്ങളായി വരികയാണ്. കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എക്കാലത്തേക്കും സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധി മേഖലകളിലെ ചിത്രങ്ങളാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ചപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധേയമായ രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് മുമ്പേ ടാലന്റ് ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന നിലയിലൊരു പരിപാടിയായിട്ടാണ് കണ്ണൂരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ വിവിധ നിലയിൽ വരച്ച ചിത്രങ്ങളാണ്. പെൻസിൽ ഡ്രോയിങ്, ഓൺലൈനിലായിട്ട് ആ സമയത്ത് നമുക്ക് നേരിട്ട് ക്ലാസ്സുകൾക്ക്. വാർത്താ സമ്മേളനത്തിൽ കേണൽ സുരേഷ്, വർഗീസ് കളത്തിൽ, വിനോദ് പയ്യന്നൂർ, എം ദാമോദരൻ എന്നിവർ പങ്കെടുത്തു.